എന്നാൽ കഴിയുന്നത് എല്ലാം കൊണ്ട് ഞാൻ ഈ രീതിയിലാക്കി വെച്ച, ഒരു കുറവില്ലാതെ ഈ രീതിയിലാക്കി വെച്ചിരിക്കുവാണ്. എനിക്കിനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല. കാണുന്നവരെന്തെങ്കിലും സഹായിക്കണമെന്ന് ആഗ്രഹിക്കണം. എന്റെ അണ്ണനെ ഈ രീതിയിലായതാണ് സങ്കടമാണ്. എന്റെ മക്കളെ ഞാൻ എങ്ങനെ വളർത്തുമെന്ന് എനിക്കറിയാൻ വയ്യ. എന്റെ മോനെ എങ്ങനെ വളർത്തുമെന്ന് എനിക്കറിയാൻ വയ്യ. നല്ലതുപോലെ കഴിഞ്ഞൊരു കുടുംബമായിരുന്നു. ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിലും അറിയാതെ കഴിഞ്ഞതായിരുന്നു. പക്ഷെ എനിക്ക് എല്ലാവരും ഇപ്പൊ എന്തെങ്കിലും സഹായിച്ചേ പറ്റൂ. വളരെ ജെന്യുവനായിട്ടുള്ള കേസ്. ഞാനിവിടെ വയലാർ സ്കൂളിലാണ് പഠിച്ചത്. ഈ മോളിപ്പോൾ ആ സ്കൂളിലാണ് പഠിക്കുന്നത്. അവര് ഒരു നേരത്തെ ആഹാരത്തിന് പോലും കഷ്ടപ്പെടുകയാണ്. ചെറുപ്പം, ഭാര്യയും ഭർത്താവിന് 2 പേരും. ഭർത്താവിന് 38 വയസ്സ്, ഭാര്യയ്ക്ക് 27 വയസ്സ്. എന്നോടിപ്പോൾ അവർ കരഞ്ഞപേക്ഷിച്ചു, സാറേ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ പണി, എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം എന്നൊക്കെ പറഞ്ഞ് അവർ വളരെ കേണപേക്ഷിക്കുകയാണ്. തികച്ചും ജെനുവിൻ കേസാണ്. എനിക്ക് സ്വാഭാവികമായിട്ടും സങ്കടം വരാൻ കാര്യം ഞാനും അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ വളർന്നു വന്നവനാണ്. ഈ വഴിയിലൂടെ നടന്നാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു കുടുംബമാണത്. തികച്ചും പരിതാപകരമാണ് ഇവരുടെ അവസ്ഥയെന്ന് പറയുന്നത്. ഇങ്ങനെ മുകളിൽ നിന്ന് വീണിട്ട് ഇരിക്കുകയായിരുന്നു. വീണിട്ട് എന്നിട്ട് ഈ അരയ്ക്ക് താഴോട്ട് മൊത്തം തളർന്നു. ടച്ച് ചെയ്താൽ തൊട്ടാൽ പോലും അറിയത്തില്ല. ആ ഒരു അവസ്ഥയിലാണ്. മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ്. പക്ഷേ പ്രതീക്ഷ ഇല്ല എന്നുള്ള ഒരു രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്നോട് ഇപ്പോൾ പറഞ്ഞത്. അത് ഞാനിതുവരെ അടുത്ത സമയത്ത് കേട്ടിട്ടുള്ളതിൽ വെച്ച് തികച്ചും ജെനുവിനായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ശ്രീ മൊയ്തു അഞ്ചൽ അതിൽ ഇടപെട്ടിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ദയവായിട്ട് അല്പമെങ്കിലും ഈ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്, അത് തിരിച്ചറിയണം. എന്നിട്ട് നമ്മളെ ചുറ്റുപാടും ഒരുപാട് എൻ്റെ കൂട്ടുകാരുൾപ്പെടെ എൻ്റെ നാട്ടുകാരുൾപ്പെടെ അനവധി ആൾക്കാരുണ്ട്. ഈ കുടുംബത്തിന് ആവുന്ന സഹായം ചെയ്യണം. ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. അവരുടെ സങ്കടം കണ്ടിട്ടാണ് ഞാനും സങ്കടപ്പെട്ടു പോയത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ എന്തെങ്കിലുമൊക്കെ സഹായം നൽകിയിട്ട് ആ കുടുംബത്തെ രക്ഷിക്കണം, എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. അത് വലിയൊരു പുണ്യമായിരിക്കും. എല്ലാവരും ചെയ്യണം എന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. വീണപ്പോഴേ താഴോട്ട് തളർന്നുപോയി. ഇപ്പോൾ ഒരു നിവൃത്തിയില്ല. ഈ കാണുന്നവരെല്ലാവരും എന്തെങ്കിലും 2 മക്കളുണ്ട്. 11 വയസ്സായൊരു മോളും 4 വയസ്സായൊരു മോനും ഉണ്ട്. 6 സെന്റും വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു സഹായവും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നിവൃത്തി ഇല്ലാതിരിക്കുന്ന ഈ ഒരു വരുമാനം കൊണ്ടാണ്, എൻ്റെ അണ്ണന്റെ ഒരു വരുമാനം കൊണ്ടാണ് നമ്മൾ താമസിച്ചിരുന്നത്. എല്ലാവരും ഈ കാണുന്നവരെല്ലാവരും എന്തെങ്കിലും സഹായങ്ങൾ തന്ന് നമ്മളെ സഹായിക്കണമെന്ന് പറയുക. നമസ്കാരം, മൊയ്തു അഞ്ചലാണ്. ഞാനിപ്പോൾ ഉള്ളത് അഞ്ചലിനടുത്ത് വയല കോവൂര് എന്ന സ്ഥലത്താണ്. സജീവ് 38 വയസ്സുള്ള സജീവ്, 27 വയസ്സുള്ള മായ, 2 കുഞ്ഞുങ്ങൾ. സജീവ് തട്ടിന്റെ പണിക്കാരനായിരുന്നു. വീടിന്റെ തട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്ത് കുടുംബം പുലർത്തി വന്ന സജീവ് ഈ കുടുംബത്തെ വളരെ നല്ല രീതിയിൽ നോക്കി മക്കളെയൊക്കെ വളർത്തി വന്ന സാഹചര്യത്തിലാണ് സജീവിന് ഒരു അപകടം ഉണ്ടായത്. വീടിന്റെ ടോപ്പിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു മരത്തിൽ നിന്ന് തറയിൽ വീണ് അന്ന് മുതൽ തന്നെ അരയ്ക്ക് താഴെ മൊത്തം തളർന്ന് വളരെ ദുരിതത്തിലാണ്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. പക്ഷേ തുടർന്നുള്ള ചികിത്സയ്ക്ക് സാമ്പത്തികമായി സഹായമില്ലാത്തതുകൊണ്ടും ഇപ്പോൾ വീട്ടിന്റെ നിത്യ ചിലവിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിന്റെ അവസ്ഥയാണ് ഞാനിപ്പോൾ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടിരിക്കുന്നത്. കാരുണ്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെറിയ സഹായമായി ഇവിടെ എത്തിയപ്പോഴാണ് ഇവരുടെ ജീവിതം ഇത്രയ്ക്ക് ദുരിതമാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ കാണുന്ന എല്ലാ നന്മയുള്ള മനുഷ്യരും സുമനസ്സുകളും എല്ലാവരും ഈ കുടുംബത്തെ അകമഴിഞ്ഞ് സഹായിക്കണം. വളരെ ദുരിതത്തിലാണ്. 2 കുഞ്ഞുങ്ങളുമായി മായ വളരെ കഷ്ടത്തിലാണ്. സജീവിന്റെ ചികിത്സാ ചെലവ്, മക്കളുടെ ചെലവ്, ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരും, പ്രിയ നല്ല മനസ്സുള്ളവരെല്ലാവരും ഈ കുടുംബത്തെ സഹായിക്കണം. 2 കുഞ്ഞുങ്ങളുണ്ട്. ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ പോലും ഇപ്പൊ എന്നെ നിവർത്തിയില്ല. എന്റെ മക്കളിപ്പം പട്ടിണിയാണ്.
എന്റെ അണ്ണന് ഇപ്പൊ സമയത്ത് ആഹാരം പോലും കൊടുക്കാനുള്ള നിവൃത്തിയില്ല. ഈ കാണുന്നവരെന്തെങ്കിലും സഹായിക്കണം. 1 രൂപയായാൽ പോലും വലിയ ഉപകാരം എന്തെങ്കിലും സഹായിക്കണം. താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. നമ്മൾ കഴിക്കുന്ന ഒരു നേരത്തെ ആഹാരത്തിന്റെ ഒരു തുക ഇവരുടെ ഈ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ വലിയ പുണ്യമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഈ കുടുംബത്തെ എല്ലാവരും, ഇത് കാണുന്ന മനസ്സുള്ള എല്ലാവരും കണ്ട് എല്ലാവരും സഹായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്.